TP കേസ് പ്രതികളുടെ ശിക്ഷാ ഇളവ് ശുപാർശ നൽകിയ കത്ത് ചോർന്നതിൽ അന്വേഷണം നടത്താൻ സംസ്ഥാന സർക്കാർ. മാധ്യമങ്ങൾക്ക് കത്ത് ചോർന്നത് അന്വേഷിക്കും. അന്വേഷണത്തിന് ജയിൽ വകുപ്പിനെയും പോലീസിനെയും ചുമതലപ്പെടുത്തി. ഉത്തരവിന്റെ പകർപ്പ് ജനം ടിവിക്ക് ലഭിച്ചു. ജനം ബിഗ് ബ്രേക്ക്. TP കേസ് പ്രതികളായ മുഹമ്മദ് ഷാഫി, അണ്ണൻ സുജിത്ത്, TK രജീഷ് എന്നിവർക്ക് ശിക്ഷാ ഇളവ് നൽകാനായിരുന്നു നീക്കം നടന്നത്. അർഹരായ തടവുകാർക്കൊപ്പം ഇവരുടെ പേര് കൂടി ഉൾപ്പെടുത്തി ശുപാർശ നൽകുകയായിരുന്നു. കണ്ണൂർ ജയിൽ സൂപ്രണ്ട് നൽകിയ കത്ത് പരിഗണിച്ച ഇതിനുള്ള തുടർ നടപടികൾ പോലീസ് തുടങ്ങുകയും ചെയ്തു. പക്ഷേ ശുപാർശ നൽകിയ പട്ടിക പുറത്തായതോടെ സർക്കാർ പ്രതിരോധത്തിലായി. നിയമസഭയിൽ ഇതിനെതിരെ KK രമ തന്നെ രംഗത്ത് വന്നതോടെ 3 ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുത്ത സർക്കാർ മുഖം രക്ഷിച്ചു. ഉദ്യോഗസ്ഥർക്ക് പറ്റിയ വീഴ്ചയെന്നായിരുന്നു ഇതിന് സർക്കാരിന്റെ ന്യായീകരണം. തുടർന്നാണ് കത്ത് ചോർന്നതിൽ അന്വേഷണത്തിലേക്ക് സർക്കാർ കടക്കുന്നത്. മാധ്യമങ്ങൾക്ക് എങ്ങനെ കത്തുകൾ ലഭിച്ചുവെന്ന പോലീസും ജയിൽ വകുപ്പും അന്വേഷിക്കും. ഇതിനായി കണ്ണൂർ റേഞ്ച് DIGയെയും ജയിൽ DIGയെയും സർക്കാർ ചുമതലപ്പെടുത്തി. 1 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം. മുഖ്യമന്ത്രിയെ തന്നെ ഏറെ പ്രതിരോധത്തിലാക്കിയ വിഷയത്തിൽ പ്രതികാര നടപടിക്കാണ് സർക്കാർ നീക്കം. ശിക്ഷാ ഇളവിനുള്ള പട്ടികയിൽ TP കേസ് പ്രതികൾ എങ്ങനെ ഉൾപ്പെട്ടു എന്നതിനേക്കാൾ ഈ പട്ടിക മാധ്യമങ്ങൾക്ക് എങ്ങനെ ചോർന്നു ലഭിച്ചു എന്നാണ് സർക്കാരിന് അറിയേണ്ടത്. തിരുവനന്തപുരത്ത് നിന്നും R. രാജീവ്, ജനം.